റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായി ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ 15ഓളം ആളുകളുടെ പേരുകളാണ് പോറ്റി പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ സ്വർണം തട്ടിയെടുക്കാനും പദ്ധതിയിട്ടു. ബംഗളൂരുവിന് പുറമെ ചെന്നൈയിലും ഹൈദരാബാദിലും ഗൂഢാലോചന നടത്തിയെന്നും താൻ പ്രവർത്തിച്ചതെല്ലാം ഈ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, അപ്പോൾ ആ നെക്സസ് എന്ന് പറയുന്നത് ഒരു വലിയ സംഘമാണ് എന്നത് തന്നെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത്. നേരത്തെ 5 അംഗ സംഘത്തിന്റെ വലിയ ഗൂഢാലോചന എന്ന് പറഞ്ഞിടത്തുനിന്ന് ഇപ്പോൾ 15-ലധികം പേരുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വിനീത, ഈ 2 പ്രതിപട്ടികയിലുമുള്ള 13 പേർക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിനുശേഷമാണ് ഈ 5 പേരുടെ പേര് കഴിഞ്ഞ ദിവസം മൊഴി നൽകിയത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഈ സംഘത്തിലുണ്ട്. അതായത് ഒരു വലിയ മാഫിയ എന്നുള്ള നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 5-ൽ നിന്ന് 15-ലേക്ക് അത് വളർന്നിരിക്കുന്നു. കൂടുതലും കർണാടക സ്വദേശികളാണ് എന്നുള്ള വിവരമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതായത് ഈ കൂട്ടാളികളിൽ, അതായത് ഈ 15 പേരിൽ ഗൂഢാലോചന നടത്തിയവരിലൊക്കെ തന്നെ കൽപേഷിനെയും നാഗേഷിനെയും ഒക്കെ തന്നെ കൂടാതെ മറ്റു പല ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. മാത്രമല്ല ഇവർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചതൊക്കെയും. ഈ ദേവസ്വം ഉദ്യോഗസ്ഥരെ അടക്കം ഇതിനുവേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മൊഴി എന്ന് പറയുന്നത്. അത് ഈ 2019-ലോ അല്ലെങ്കിൽ 2018-ലോ ഒന്നും തുടങ്ങിയ ഗൂഢാലോചന അല്ലിത്. ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്ന കാലം മുതൽക്ക് തന്നെ ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവർ പല വഴിക്ക് ബന്ധപ്പെട്ടു. ചെന്നൈയിലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഒക്കെ നേരിട്ട് തന്നെ ചെന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളിയായത്. അവർ കേരളത്തിലെ ഉന്നതരുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. അവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് താൻ ഇടനിലക്കാരനായി മാത്രം പ്രവർത്തിക്കുകയായിരുന്നു. എല്ലാം നേരിട്ടുള്ള ആശയവിനിമയങ്ങളെല്ലാം തന്നെ ഈ 15 പേരും അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള ആളുകളിലെ പ്രമുഖരും ഒപ്പം തന്നെ കേരളത്തിലുള്ള ഈ പ്രധാനപ്പെട്ട ആളുകളും തമ്മിലാണ് എല്ലാ ആശയവിനിമയങ്ങളും നടന്നത്. ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാളികൾ എത്തിക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ ശ്രീകോവിലിന്റെ വാതിലാണെങ്കിൽ അത്തരത്തിൽ ഉള്ള ഈ ലോഹങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും തന്റെ ജോലി. അത് താൻ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഈ കട്ടിളപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമാണ് തനിക്ക് ഒരു കൈപ്പിഴ പറ്റിയത്. തനിക്ക് അവിടെ നഷ്ടമുണ്ടായി, നഷ്ടക്കച്ചവടം ഉണ്ടായി, തനിക്ക് വേണ്ടത്ര രീതിയിലുള്ള ലാഭം ലഭിച്ചില്ല. അങ്ങനെയാണ് ഈ ഗൂഢാലോചന നടത്തിയ സംഘം കൂടുതൽ സ്വർണം തട്ടിയെടുക്കാൻ ഉള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നത്. അതിനോട് താൻ കൂട്ടുനിൽക്കുകയായിരുന്നു. പിന്നീട് ദ്വാരപാലക പാളികളിലേക്ക് പോയി. പക്ഷെ അവിടെയും തീർന്നില്ല. കൂടുതൽ, അതായത് ശബരിമലയിൽ നിന്ന് കൂടുതൽ സ്വർണം കവർച്ച ചെയ്യാനുള്ള ആസൂത്രണവും കൂടി നടന്നിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് അത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. അതായത് ഏറെക്കുറെ ഗൂഢാലോചന നടത്തിയ സംഘത്തിന്റെ ഒരു രീതികളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതിനുള്ള ആളുകളെ തിരിച്ചറിയുക, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു അന്വേഷണ സംഘത്തിന് മുന്നിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുപ്പ് അതുകൊണ്ട് നിർണായകമാവുകയാണ്. കർണാടക സ്വദേശികളാണ് കൂടുതലും ഇതിൽ പങ്കുള്ളവർ. ഉദ്യോഗസ്ഥർക്ക് പുറമെ ബംഗളൂരു കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചന അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വെളിപ്പെടാൻ പോകുന്നതേയുള്ളൂ. അതിന്റെ ചിത്രം SITക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗളൂരുവിലും ഹൈദരാബാദിലും ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ച് തെളിവെടുക്കും. മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ നോട്ടീസ് നൽകി വിളിപ്പിച്ച് ചോദ്യം ചെയ്യുമെന്നുള്ള അപ്ഡേറ്റുകൾ കൂടിയാണ് വരുന്നത്. ഹരിമോഹനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകി